ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു കാർ ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഗെയിം എല്ലാവരും കളിച്ചിട്ടുണ്ടാവും. നമ്മുടെ കാർ പാർക്കിംഗ് മൾട്ടിപ്ലേ ആണ്. പക്ഷെ നമ്മളെങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഈ കാണുന്ന വീഡിയോൻ്റെ അടിയിൽ കാണുന്ന സംഭവിക്കും. നമ്മൾ മാക്സിമം ആ കാറിന് പറ്റിയ രീതിയിലോട്ട് ചെയ്യാം. നമുക്ക് ഇതേപോലെ എങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഇതേപോലെ ചെയ്യാൻ അറിയില്ല. കൺട്രോൾ വന്നിട്ട് നമ്മൾ മാക്സിമം ഫിഫ്റ്റി ചെയ്ത് ഇതേമാതിരി കൺട്രോൾ ആവുള്ളൂ. എനിക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയില്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെ ആയിരിക്കും ചെയ്യാം. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ടയർ സെക്ഷനിൽ അവിടെ നമ്മുടെ സ്പോർട്സ് ടയർ ഇടുമ്പം വണ്ടി പാളി അവിടെ ഇവിടെ ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതൽ അങ്ങനെ ഇടിച്ചിട്ടുണ്ട് എനിക്ക് ഓടിക്കുമ്പോൾ. നമ്മൾ ഈ രണ്ടാമത്തെ ടയറാണ് ഇടേണ്ടത്. നമുക്ക് റണ്ണിങ്ങിൽ നല്ല സ്മൂത്ത് കിട്ടും, അത്യാവശ്യം വണ്ടി കൺട്രോളായിട്ട് നിൽക്കുകയും ചെയ്യും. പക്ഷേ ആ ടയറാണ് ഇടുക. ഇത് സ്പോർട്സ് ടയർ നമ്മൾ ഡ്രിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഇടാറ്. നമ്മൾ രണ്ടാമത്തെ ടയറാണ് ഇടേണ്ടത്. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കളി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഈ സംഭവം ഈ ഓപ്ഷൻ സെറ്റിങ്സിൽ കണ്ടത് അറിയാണ്ട് കൈതട്ടിയപ്പോൾ കണ്ടിട്ട് ഗൈസ് സംഭവം. നമ്മൾ എന്തായാലും കാണിച്ചു ഗൈസ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഗാരേജിലേക്ക് പോവാം. റിപ്പയറിങ് ഷോപ്പിൽ അങ്ങോട്ട് പോവാം ഗൈസ്. അവിടെ വെച്ച് കാണിച്ചു തരാം. ഗൈസ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഗൈസ് ഈ ഗെയിമിൻ്റെ നല്ലൊരു മോഡ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം ഗൈസ്, ലിങ്ക് ഇങ്ങോട്ട് ഗൈസ്. എൻ്റെ കയ്യിൽ നല്ലൊരു മോഡില്ല, കോയിൻ കിട്ടണില്ല ഗൈസ്. ഗോൾഡ് കോയിൻ ഫ്രീ ആയിട്ട് കിട്ടണില്ല, അൺലിമിറ്റഡ് മണി മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ സെറ്റിങ്സ് ഓപ്ഷൻ ഉണ്ടാവും ഗെയിമിൻ്റെ ടോപ്പിലായിട്ട്. അതിൽ കാർന്ന് പറയുന്ന ഓപ്ഷനിൽ RWD ആയിരിക്കും കിടക്കുക. അത് നമ്മൾ മാറ്റി ഡ്രിഫ്റ്റ് മോഡിലേക്ക് ഇടണം. കാണാൻ പറ്റും ഗൈസ് നിങ്ങൾക്ക്. ഡ്രിഫ്റ്റ് മോഡെന്നും പറഞ്ഞ് കിടക്കുന്നുണ്ടാവും. അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി അടിപൊളിയായിട്ട് ഡ്രിഫ്റ്റ് ആവും. നമ്മൾ കൺട്രോൾ ചെയ്യണ മാതിരി ഡ്രിഫ്റ്റ് ആയി കിട്ടും. മറ്റേ ടയർ ഇടുന്നതിലും അടിപൊളിയായിട്ട് ഡ്രിഫ്റ്റ് ആയി കിട്ടും ഗൈസ്. പക്ഷെ കൺട്രോൾ ചെയ്യാൻ ഇത്തിരി ടാസ്ക്കാണ്. എന്നാലും ആ വീഡിയോയിൽ കണ്ട പോലെ ഡ്രിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇത്തിരി എക്സ്പീരിയൻസ് വേണം നമുക്ക്. പിന്നെ നമുക്ക് ചിലവർക്ക് മറ്റേ ആ സ്നോ മാപ്പ് എവിടെയെന്ന് അറിയില്ല. പക്ഷെ അത് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. നല്ല കൺട്രോളിങ് തന്നെ കിട്ടണമെങ്കിൽ ഇത്തിരി പണിയുണ്ട്. നമ്മളിത് എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഡ്രിഫ്റ്റ് ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ മുട്ടുണ്ട്. നല്ല സ്ട്രെയിറ്റ് റോഡിന് നല്ലത് നമ്മുടെ ടേണൊക്കെ ഉള്ള അടിപൊളി റോഡുകളാണ്. ഇതുപോലെ ഡ്രിഫ്റ്റ് ചെയ്തൊക്കെ വളയ്ക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. സ്ട്രെയിറ്റ് റോഡിൽ ഞങ്ങൾക്ക് നല്ല സ്പീഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി എന്തായാലും മുട്ടും. അത് ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റും അടിപൊളിയായിട്ട്. ചില റണ്ണിങ് ഷോട്ട്, ഡ്രിഫ്റ്റിംഗ് ഷോട്ട്, റീൽസും ഷോർട്സൊക്കെ ഇടാനായിട്ട് പറ്റിയൊരു സംഭവമാണ്. ഈ സംഭവം വേറൊരു ആൾ പറഞ്ഞിട്ട് എനിക്കറിയില്ല. നമുക്കിപ്പോൾ നമ്മുടെ സ്നോ വീണ മാപ്പ് എവിടെയെന്ന് പറയാം. നമ്മൾ പറയണതിന് മുമ്പ് നിങ്ങൾ അടിപൊളിയായിട്ട് കാറുകൾ മോഡിഫൈഡ് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. ആ കാർ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മൾട്ടിപ്ലേ കളിക്കാൻ വേണ്ടി. മൾട്ടിപ്ലേ കളിക്കണം എന്നുള്ള എല്ലാവരും ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക. നമ്മുടെ മാപ്പ് വരുന്നത് ഈ പെട്ടെന്ന് ഈ ലോങ് ആയിട്ടുള്ള സ്ഥലത്താണ്. ഈ ചെറിയ സ്ഥലത്താണ് നമ്മുടെ മാപ്പ് വരുന്നത്. അതെല്ലാം അടിപൊളിയാണ്. ചെറിയ ബ്രിഡ്ജ് കാണുന്ന ഭാഗം അത് അടിപൊളി ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റിയ പ്ലേസാണ്. ഈ വീഡിയോയിൽ ഞാൻ അങ്ങോട്ട് പോകണില്ല. ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. വീഡിയോ കണ്ടുകൊണ്ടിരുന്നാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. എൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നിന്ന് ആ ഭാഗം എത്താനാകുമ്പോൾ നല്ല രീതിക്ക് സ്നോ വരും. ഇങ്ങോട്ട് ഓപ്പോസിറ്റ് കാറ് വരുന്നുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ സ്നോ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സ്ഥലം എത്തിയെന്ന്. പിന്നെ ഗൈസ് നമ്മുടെ ഓഫ് റോഡ് അടിക്കുമ്പോൾ വണ്ടി ചെളിയാവണ മാതിരി ഇവിടെ നമ്മുടെ സ്നോയാണ് വണ്ടിയുമേ ആവുക. പക്ഷേ പമ്പിൻ്റെ അവിടെ എത്തുമ്പോൾ തന്നെ പെട്രോൾ ഇരും. പിന്നെ ഒന്നും നോക്കിയില്ല, പമ്പിലേക്ക് കയറി അങ്ങോട്ട് പെട്രോൾ അടിക്കാമെന്ന് വെച്ച് അവിടെ പെട്രോളിനിട്ട് വണ്ടി തട്ടലും മുട്ടലും കാരണം ഒന്ന് റിപ്പയറും ചെയ്യണം.
അവിടെ റിപ്പയറും ചെയ്ത് വണ്ടി സെറ്റായിട്ടുണ്ട്. മറ്റേ റണ്ണിങ് ഷോട്ട് എടുത്തപ്പോൾ തന്നെ ഒരു വണ്ടി കയറി വന്ന് മുട്ടിയൊന്നുമില്ല, വേറെ കുഴപ്പമില്ലാണ്ട് ചെറിയൊരു മുട്ടിൽ അവിടെ കിട്ടി. പക്ഷേ ഇല്ല, നമുക്കിവിടെ ഈ സ്ഥലം നല്ല ഡ്രിഫ്റ്റ് ചെയ്യാനും വീഡിയോക്കും പറ്റിയ സ്ഥലമാണ് ഗൈസ്. ആ ബ്രിഡ്ജ് ഏരിയയാണ്. ഇവിടെ നല്ലോണം ഓടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബ്രിഡ്ജ് ഏരിയ എവിടെയെന്ന് അറിയാൻ പറ്റും. ഞാൻ ഈ വീഡിയോയിൽ ബ്രിഡ്ജ് ഏരിയ കാണിക്കാനുള്ള, വേറൊരു വീഡിയോയിൽ വേണമെങ്കിൽ കാണിക്കാം. നല്ല അടിപൊളി സ്ഥലമാണ് ഗൈസ്. ഇത് നല്ല കിട്ടില്ല മാപ്പായി ഡ്രിഫ്റ്റ് മോഡിലിടണം, ഇനിയാണ് കാണുന്നത്. പക്ഷേ കൺട്രോൾ ഇട്ടാണ്ട് അവിടെ ഇവിടെയൊക്കെ പോയി ഇടിക്കുന്നുണ്ട്. നല്ല കൺട്രോളിൽ വരണം ഗൈസ്. ഇങ്ങനെ കളിച്ച് അത് റെഡി ആയിക്കോളും കൺട്രോളിൽ. കണ്ട ഗൈസ്, ഫ്രീ ആയിട്ട് ഗോൾഡ് കോയിൻ ഒരെണ്ണെങ്കിലും കിട്ടാൻ വല്ല വഴി ഉണ്ടെങ്കിൽ പറയണം ഗൈസ്. ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അത് അൺലിമിറ്റഡ് ആക്കാൻ പറ്റിയ മോഡാണ് എൻ്റെ കയ്യിലിരിക്കണത്. ഗൂഗിളിൽ ഞാൻ കുറേ നോക്കി, ഫ്രീ ആയിട്ട് ഗോൾഡ് കോയിൻ കിട്ടുന്ന മോഡ് അതൊന്നും കാണില്ല ഗൈസ്. യൂട്യൂബിൽ നോക്കി അതൊന്നും കിട്ടണില്ല. ഇതെല്ലാം അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പോസ്റ്റുമേ മരത്തുമൊക്കെ ഇടിക്കുന്നുണ്ട്. കൺട്രോളിൻ്റെ പ്രശ്നമാണ് ഗൈസ്. ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ഇപ്പം തന്നെ ലൈക്ക് അടിച്ച് പൊട്ടിച്ചേക്ക്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഡ്രിഫ്റ്റ് ആവുന്നുണ്ട്. സ്പീഡ് എന്തായാലും 7 മിനിറ്റ് ഉണ്ടാവും. 7:50 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഗൈസ് മാക്സിമം. ഗൈസ് നല്ല പോസ്റ്റൊക്കെ അടിച്ച് മറിച്ചിട്ടിട്ടുണ്ട് അമ്മ. എന്തായാലും ഫ്രണ്ട് ഭാഗമൊക്കെ നല്ല ഇടിച്ച് പൊളിഞ്ഞിരിക്കണ ഗൈസ്, ആകെ പോയിരിക്കണ്. വേണ്ട ഗൈസ്, എന്താണ് അവസ്ഥ നോക്കിയത്. നല്ല കൺട്രോൾ വരണം, നല്ല അടിപൊളിയാവുള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ട് രസമില്ല, ഇടിച്ച് കിടക്കണ. എന്തായാലും ബാക്കിൽ നിന്ന് പോയി വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ അടുത്തത് ഏത് ഗെയിമായിട്ട് വരണം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഗെയിമായിട്ട് വരാം.